UK ഒക്കെ ദുബായ് ഫൈറ്റ് സീക്വൻസ് നമ്മൾ രണ്ടെണ്ണം കണ്ടു, ലാലും കണ്ടു, ഞാൻ അതെ. ഒന്നിനെ നമ്മുടെ ഞാൻ ഫൈറ്റ്സ് ഒക്കെ വളരെ രസകരമായിരുന്നു. കാർ സീൻസ് എസ്പെഷ്യലി നല്ല കൺവിൻസിങ്. ഇപ്പൊ പറയാം, ഞാൻ ഞാൻ ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ആക്ഷൻ ഇസ് വെരി ഗുഡ്, എക്സലന്റ്. അതെ 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 പക്ഷെ ലാലും മറ്റേ ആ ഹോസ്പിറ്റൽ എത്ര നേരം എടുത്തു അല്ലേ, ലിഫ്റ്റ് ലിഫ്റ്റിനകത്തുള്ള ഫൈറ്റ് ഒക്കെ നല്ലതാ. നിങ്ങളുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ്. ഇപ്പൊ ഞാൻ അതൊക്കെ കഥ ചാടി ഫുള്ളായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാം. അതെ നമുക്ക് പക്ഷേ പറയാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങനെ വന്നു പോകുന്ന അപ്പുറത്തേക്ക്. മറ്റേ ഏതൊരു എനിക്കത് സീരിയല് മമ്മൂട്ടിക്ക് എല്ലാം കണ്ടു, മമ്മൂട്ടിക്ക് അതെല്ലാം കണ്ടു. ഞാൻ ഡബ് ചെയ്യുമ്പോ എന്റെ പോർഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവിടെയൊക്കെ ഉള്ളത് കൊണ്ട് കാണുന്ന, ഈ സ്ഥലത്തൊക്കെ ഞാൻ ഉള്ളത് കൊണ്ട് കാണുന്ന. ഫഹദ് നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, ഫഹദിനെ മിസ്സിങ് ആണ്. അവനില്ല, വരുന്നില്ല. അവനൊക്കെ തപ്പിയെടുക്കാൻ പറ്റില്ല, പാടാ. എവിടെ ഫഹദ് വരുന്നുണ്ട്? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ കുറെ സെന്ററുകളിലുണ്ട് എല്ലായിടത്തും രോഗവ്യാപകമായി. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ശരിക്കും നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അത് കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാൻ ഒരു പ്രേക്ഷകന്റെ പ്രതിനിധി മാത്രമാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താണ് പറയാനുള്ളത് ശരി, പ്രേക്ഷകരോട് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ചോദിക്കൂ, പറയാം. പുള്ളിയോട് ആദ്യം ചോദിക്കും. നല്ല ഫ്രഷ് ആയിട്ട്. കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ടോ മമ്മൂക്കയോട്? ഞാൻ കമന്റുകളൊന്നും കാണുന്നില്ല. ശരിയാണല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് അവരോട് കുഞ്ചാക്കോ മുത്തേന്ന് ആരോട് ചോദിക്കുന്നുണ്ടല്ലോ. ഒരു ഹായ് മാത്രം കാണുന്നുണ്ട് ഞാൻ, വേറെ അതല്ലാതെയൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. ആണോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹൈ ഒക്കെ വരുന്നില്ല, ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. സാധാരണ നമ്മള് ഇൻസ്റ്റാ ലൈവ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പം അവര് ഹൈ മൈ നെയിം ഈസ് ജോസഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട്, കണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ലാലേട്ടൻ ഹൈ തരുമെന്ന് ചോദിച്ചാൽ ഹൈ കൊടുക്കൂ. ഹായ് 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 ഹായ്. എന്താ ചാക്കോ ബോബനെ ചാക്കോച്ചനെ ചോദിക്കാനുള്ള? ആദ്യം അത് വീണ്ടും തിരുത്തി. ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ട അപ്പൊ? ചാക്കോച്ചൻ വിളിച്ചു. അല്ല എന്താ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കണേ. ഞാൻ എപ്പോഴും നേരെ പെട്ടെന്ന് ബോബനെന്ന് വിളിക്കാതെ. പിന്നെ അങ്ങനെ അതല്ലേ പേര്? ബോബൻ അല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ രണ്ടുപേരും കൂടെ ഇട്ട് അപ്പന്റെ അപ്പൂപ്പന്റെ പേരാ. പുള്ളിക്കൊരു പേരില്ല, ഈ പുള്ളിക്കൊരു പേരില്ല. എനിക്ക് ഡിക്ക് ഒരു പേരിട്ട് തന്നിട്ടുണ്ട്, ചാക്കോ മാഷ്. ശരി, അപ്പൊ ചാക്കോച്ചൻ എന്താ ചോദിക്കാനുള്ള മമ്മൂട്ടിക്ക് അടുത്ത്? ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് നോക്കിയിട്ട് മമ്മൂക്ക പറയണമെന്നുള്ളതായിരുന്നു. അത് പറഞ്ഞ വിട്ടേക്ക്. ചോദിച്ചോളൂ. ചോദിക്കും. ഇടക്കിടക്ക് ഹൈ കൊടുക്കും, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനോ? ഹലോ ഹലോ ഹലോ. പ്രേക്ഷകനായിട്ട് ഞാൻ ചോദിക്കണോ? എങ്ങനെ വേണം ചോദിക്കാം. ഓക്കെ. ഇതിലാരാണ് ശരിക്കും ഹീറോ? ചാക്കോച്ചനാണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാണ്. ഡ്രൈവിംഗ്, റേസിംഗ്, എന്തെല്ലാം പരിപാടികളാണ്. അല്ലേ? നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് ഇതിൽ എല്ലാവരും ഹീറോകൾ തന്നെയാണ്, എല്ലാവരും വില്ലന്മാര് തന്നെയാണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും ഹീറോകൾ തന്നെയാണ്. ശരിക്കും ഈ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, അവര് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു സിനിമ, നിങ്ങളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ജെൻസി ജനറേഷൻ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്. അപ്പം ജെൻസി കഴിഞ്ഞിട്ട് വേറെ അടുത്തത് വന്നില്ലേ? ആൽഫ. എന്നാ പിന്നെ അവരും എനിക്കൊന്ന് അവർക്കും കൂടെ കേട്ടർ ചെയ്യുന്ന ഒരു വിഷയവും കൂടെയാണ് നമ്മള്. അല്ല, അവരിപ്പോ ഓൾറെഡി ഇപ്പൊ ജനിക്കുമ്പോഴേ ഇതുമായിട്ടല്ലേ വരുന്നേ ഓരോരുത്തർ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ. എപ്പോഴും അതുമായിട്ടാണല്ലോ നോക്കുന്നത്. അത് കൈ കൊടുത്തില്ലേ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പോ അവര് ഒരുപാട് സിനിമകള് നമ്മളെ പിന്നെ ചില റീലുകളും അല്ലെങ്കിൽ വീഡിയോകളോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ആദ്യമായിട്ടായിരിക്കും.
ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആ ഏജിലുള്ള കുട്ടികൾ ഈ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. പിന്നെ അതിന്റെ കുറച്ചുകൂടെ ഒരു ചിലപ്പോ കണ്ടന്റ് കുറച്ചുകൂടെ വൈസും ഇത് ശരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടെ ആണ്. ആ സിനിമ കാണുമ്പോഴേ നമ്മളെല്ലാരും ഫാമിലി മനസ്സിലാവുള്ളൂ. എല്ലാരും ആ എല്ലാരും ഉണ്ട്. ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കഥ കൂടാണ് ഇതിന്റെ പുറകിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ജനറേഷനും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഹലോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇനിയിപ്പോ ആളുകൾ ഹലോ സിനിമ കാണട്ടല്ലേ? ഹലോ, കേക്കാവോ? ഓഫായി പോയി. കേക്കാമോ? കേക്കാം, എനിക്ക് കേക്കാം. എനിക്ക് കേമേ കേൾക്കാം കേൾക്കാം കേൾക്കാം. ഞാല് കേക്കാവോ? കുറച്ച് ബ്ലർ ആയിട്ടുണ്ട് ഇമേജ്. ഇടയ്ക്കൊന്ന് കട്ടായി വൈഫൈ കിട്ടിയോ? ഓക്കെ, കേക്കാവോ? അറിയില്ല, കേക്കാവോ? വൈഫൈ എന്തോ കട്ടായി. പക്ഷെ അത് ബ്ലർ ആയിട്ടുണ്ട്. ഐ ക്യാൻ ഹിയർ യു. നമുക്ക് കേൾക്കാം. ബ്ലർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇനി എന്നാ ആളുകൾ സിനിമ കാണട്ടെ, ഹലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഹലോ, തീർച്ചയായിട്ടും കേക്കാവോ? കേൾക്കാം. പുള്ളിക്ക് ഇടയ്ക്കൊന്ന് കട്ടായി. ലാലേട്ടന് കേൾക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കേക്കാവോ? ഇപ്പൊ കേക്കാം, ഇപ്പൊ ശരി. ആ, വൈഫൈ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ദൂരെയാണ്? അതെ, വൈഫിനെ പിടിച്ച് അടുത്തിരുത്ത്. വൈഫൈ പറഞ്ഞിട്ട്